പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ഗുരുനാഥൻ്റെ പാദപൂജയെ വിവാദമാക്കുന്ന കേരളത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്ക് ഞാൻ 3 വീഡിയോ അയക്കട്ടെ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഒന്നാമത്തേത്, വിദ്യാഭാരതിയുടെ സ്കൂളുകളിൽ, വിദ്യാനികേതൻ എന്നാണ് കേരളത്തിൽ പേര്, ഒരു ഭഗവത്ഗീത ക്ലാസ് എടുക്കുവാൻ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് സിറ്റിയിൽ മലാപ്പറമ്പ് വേദവ്യാസ 2200 കുട്ടികൾ പഠിക്കുന്ന സൈനിക സ്കൂൾ കൂടെയായ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള 110 ടീച്ചേഴ്സ് പ്രാർത്ഥനാ സഭയിൽ പങ്കെടുക്കുന്ന മനോഹരമായൊരു രംഗം. നിങ്ങളത് ആദ്യം കാണുക. രണ്ടാമത്തേത്, വിദ്യാധിരാജ സ്കൂളിലെ, അതും വിദ്യാനികേതൻ സ്കൂൾ തന്നെയാണ്, അവിടുത്തെ മക്കളുടെ ഒരു പ്രാർത്ഥനാ സഭയുടെ ഭാഗമായ സംഗീതം പഠിപ്പിക്കുന്ന, സംസ്കൃതം പഠിപ്പിക്കുന്ന, യോഗ പഠിപ്പിക്കുന്ന വിദ്യാഭാരതിയുടെ, വിദ്യാനികേതൻ്റെ അത്തരം തത്തുല്യമായ സ്കൂളുകളിൽ സംസ്കാര പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ കാണാം. മൂന്നാമത്തെ വീഡിയോ അതും നമ്മുടെ ഹിന്ദു കുട്ടികൾ തന്നെയാണ്. SFIയിലൂടെ പ്രവർത്തിച്ച് കയ്യും വെട്ടും തലയും വെട്ടും പലതും അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. പഠിക്കുക, പോരാടുക. എന്തിനോടാണ് നമ്മുടെ മക്കൾ പോരാടേണ്ടത്? 13-14 വയസ്സുള്ള കുട്ടികൾ എന്തിനോടാണ് പോരാടേണ്ടത്? ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ മകളിപ്പം +1 പഠിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ 3 സമരങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ ബന്ദ്. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിപ്പിനൊപ്പം പോരാടുന്നു KSRTC ബസ്സിൻ്റെ ചില്ലിനോട്, അധ്യാപകൻ്റെ കരണക്കുറ്റിയോട്, അധ്യാപികയ്ക്ക് ശവമഞ്ചമൊരുക്കുന്നു. അതായത് എവിടെയും ഗുരുനാഥൻ ആദരവ് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി ഇല്ലാതെ പോയതുകൊണ്ട് എല്ലാത്തിനോടും അഹങ്കാരത്തോടും ധിക്കാരത്തോടു കൂടി പെരുമാറുന്ന ആളുകൾ നമ്മുടെ നാട് ഭരിക്കുന്നതുകൊണ്ട് അവകാശങ്ങളെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുകയും കടമകളെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകൾ കഴിഞ്ഞ 68 വർഷമായി കേരളത്തിൽ നിർണായക സ്വാധീന ശക്തിയായതുകൊണ്ട് നശിച്ചു പോകുന്നൊരു തലമുറയുണ്ട്. അത് മറ്റാരുമല്ല, ഹിന്ദുക്കളാണ്. ഇവരുടെ ഒരു കോപ്രാട്ടി തരത്തിനും ഇസ്ലാമിക ക്രൈസ്തവ മക്കളെ കിട്ടില്ല. എല്ലാം ഗിനിപ്പന്നികളെപ്പോലെ പരീക്ഷിച്ച് വിജയിക്കപ്പെടുന്നത് നമ്മുടെ ഹിന്ദു കുട്ടികളിലാണ്. അവിടെയാണ് നമ്മുടെ മക്കൾ എങ്ങനെ വളരണം, ഏത് സ്കൂളിൽ പഠിക്കണം, ഗുരുക്കന്മാരുടെ പാദപൂജ അവർ നടത്തേണ്ടതാണോ, മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ദൈവമായി കണ്ടുകരുതി സങ്കല്പിക്കുന്ന ഒരു സംസ്കാരം ചെറുപ്പത്തിലെ അവരുടെ ഉള്ളിൽ വളർത്തേണ്ടതുണ്ടോ? ഭാരതമാതാവിനെ ആരാധിക്കുന്ന, രാഷ്ട്രത്തോട് കടമയും കടപ്പാടുമുള്ള ഒരു ജനതതിയെ, ഒരു ഉത്തമ പൗരനെ വാർത്തെടുക്കുവാനുള്ള വിദ്യാഭ്യാസമാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഉത്തമ പൗരനായിട്ട് എൻ്റെ മകനെ മകളെ വളർത്തുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം ഏത് തീരുമാനിക്കുക. മറിച്ച് എങ്ങനെയെങ്കിലും വളർന്നുകൊള്ളട്ടെ, അവൻ കയ്യും തലയും വെട്ടി ജീവിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ അതിലേക്ക് അയച്ചോളൂ, അതും നിങ്ങൾ തീരുമാനിക്കുക. എല്ലാം നിങ്ങളുടെ തീരുമാനത്തിന് വിടുന്നു. നന്ദി, നമസ്കാരം.